അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണത്തിൽ ആഗോള എണ്ണ വിപണിക്കും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും കനത്ത പ്രഹരമേൽക്കുന്നു. ഇറാന്റെ തിരിച്ചടി കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമായി തുടരുന്നു. ഇപ്പോഴുള്ള ഈ സാഹചര്യം ആഗോളതലത്തിൽ പെട്രോൾ, ഡീസൽ വിലകൾ ഉയരാൻ കാരണമായേക്കും. ഇനി സാധാരണക്കാരന്റെ കീശ കീറുമോ? ലോകത്തിന്റെ ഊർജ്ജ വിപണിയിൽ വൻ പൊട്ടിത്തെറിക്കുള്ള സാധ്യത. ഇറാൻ ഫോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കുന്ന സാഹചര്യമുണ്ടായാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും, എല്ലാം തകിടം മറിയും. അത്തരമൊരു സാഹചര്യം ഇന്ത്യയും പ്രതികൂലമായി ബാധിക്കുമെന്നും വിദഗ്ധർ ഭയപ്പെടുന്നു. ഏറ്റുമുട്ടലുകൾ ആഗോള സാമ്പത്തിക രംഗത്ത് തന്നെ വലിയ ആശങ്കകൾക്കാണ് വഴിതെളിച്ചു വെച്ചിരിക്കുന്നത്. ഈ യുദ്ധ സാഹചര്യം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക നീക്കമായി ഒതുങ്ങില്ലെന്നാണ് പറയുന്നത്. കാരണം ലോകത്തിന്റെ എണ്ണ വിതരണ ശൃംഖലയെ തകിടം മറിക്കാൻ പറ്റുന്ന ഒന്നു തന്നെയാണ് ഈ നീക്കമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ശരിക്കും ആഗോള എണ്ണ വിപണിക്കും ലോക സമ്പദ്വ്യവസ്ഥയ്ക്കും കനത്ത പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. ഇറാനെതിരെ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ആക്രമണങ്ങൾ ലോകമെമ്പാടും വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഉറപ്പാണ്. ഇതിനു മറുപടിയായി ഇറാൻ മിഡിൽ ഈസ്റ്റിലെ US സൈനിക താവളങ്ങളെയും ഇസ്രയേലിനെയും ലക്ഷ്യമിട്ടതോടെ ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ ഭീതിയാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത്. ഇപ്പോൾ എണ്ണ വിപണിയിലെ ആശങ്കകൾ തുടരുകയാണ്. ഖത്തർ തങ്ങളുടെ കപ്പലുകളുടെ യാത്രകൾ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് നിലവിലെ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഡസൻ കണക്കിന് ടങ്കറുകൾ ഇതിനകം തന്നെ വഴിതിരിച്ചു വിട്ടുവെന്നും പറയുന്നു. സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്ന US നേവിയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് പ്രമുഖ ഷിപ്പിംഗ് കമ്പനികൾ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് പണപ്പെരുപ്പത്തിനും വിലക്കയറ്റത്തിനും കാരണമാകുമെന്നാണ് പറയുന്നത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത്. ഈ പാത നിലവിൽ സുരക്ഷിതമല്ലെന്ന ഇറാന്റെ മുന്നറിയിപ്പ് എണ്ണ വ്യാപാരികൾക്കിടയിൽ വലിയ തരത്തിലുള്ള ആശങ്കയും പരിഭ്രാന്തിയും സൃഷ്ടിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിൽ എത്തുന്ന പ്രധാന ചാനൽ കൂടിയാണിത്. ഈ കടലിടുക്ക് ദീർഘകാലത്തേക്ക് അടച്ചിട്ടാൽ എല്ലാം തകിടം മറിയും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷം അതീവ പ്രാധാന്യമുള്ള ഒന്നാണ്. ആവശ്യമായ എണ്ണയുടെ 80% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില ഉയരാൻ കാരണമാകുമെന്നാണ് പറയുന്നത്. ഇത് ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് വഴിതെളിക്കുകയും ചെയ്യും. യുദ്ധം രൂക്ഷമായാൽ ചരക്കു നീക്കത്തിനുള്ള ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുകയും കപ്പൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ചെങ്കടൽ വഴിയുള്ള പാതകൾ സുരക്ഷിതമല്ലാതാകും. അത് ആഗോള വ്യാപാരത്തെ തന്നെ നല്ല രീതിയിൽ ബാധിക്കും. ഇത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്കും വമ്പൻ തിരിച്ചടി നൽകും. മാത്രമല്ല, ലോകത്തെ മൊത്തം എണ്ണ ഉൽപാദനത്തിന്റെ ഗണ്യമായ ഭാഗം നടക്കുന്നത് പശ്ചിമേഷ്യയിലാണ്. ഇറാൻ നേരിട്ട യുദ്ധത്തിലേക്ക് ഇറങ്ങിയതോടെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുമോ എന്നതാണ് പ്രധാന ഭയം. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.